സ്നേഹം നിറയും ദൈവസ്വരം കാതോർക്കാം, ആശ്വാസം നേടാം, ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചതഞ്ഞ ഞാങ്ങണ ഒടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ യേശു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, അവൻ പുകഞ്ഞ തിരിയെ കെടുത്തുകയില്ല, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. അതിന് തൊട്ടു മുമ്പത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒട്ടിക്കത്തില്ല, പുകഞ്ഞ തിരിയെ കെടുത്തുകയില്ല. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം യേശുവിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാചകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതിനെ മത്തായി സുവിശേഷകൻ ഒന്നുകൂടി എടുത്തെഴുതിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വരാൻ പോകുന്ന മിശിഹായെപ്പറ്റി, തൻ്റെ പുത്രനെപ്പറ്റി ദൈവം വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യന് കൊടുത്ത ഒരു അറിവാണ്, അല്ലെങ്കിൽ ആ രക്ഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണിത്. എന്താണ്? അവൻ ഒരിക്കലും ചതഞ്ഞ ഞാങ്ങണയെ അവൻ ഒടിച്ചു കളയുന്നില്ല, പുകഞ്ഞ തിരിയെ കെടുത്തുന്നില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നാമത്തെ അർത്ഥം ഇതാണ്, ശക്തിയില്ലാത്ത ഒരു വിശ്വാസിയെ യേശു ക്രിസ്തു ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ചതഞ്ഞ ഞാങ്ങണ ഒടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ശക്തിയില്ലാത്ത ഒരു ദൈവ പൈതലിനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. യേശു ക്രിസ്തു അവനെ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, അവനെ വേണ്ട എന്ന് വയ്ക്കുന്നില്ല. നമ്മൾ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരു ആത്മീയ ജീവിതം ആരംഭിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് മുന്നേറാൻ പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ പഴയ മനുഷ്യൻ നമ്മളെ പുറകോട്ട് വലിക്കുന്നു. നമ്മുടെ പുതിയ മനുഷ്യന് പലപ്പോഴും പഴയ മനുഷ്യനെ പരാജയപ്പെടുത്താൻ പറ്റുന്നില്ല. പലപ്പോഴും പുതിയ മനുഷ്യന്റെ ആഗ്രഹങ്ങളായി തന്നെ കെട്ടിക്കിടക്കുന്നു. മുന്നോട്ട് പോകാൻ സാധിക്കാതെ എന്തൊക്കെയോ ചില ചങ്ങലകൾ അവനെ വരിഞ്ഞു മുറുക്കുന്നതായിട്ട് അനുഭവം ഉണ്ടാകുന്നു. ഇതിനെപ്പറ്റിയാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൽ മുഴുവനും പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. നന്മ ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കുന്നു, പക്ഷെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. നന്മ എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എനിക്ക് ദൈവത്തിന് വേണ്ടിയുണ്ട്, പക്ഷെ ഒന്നും പറ്റുന്നില്ല. ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോകുന്നത് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ആദ്യത്തെ ഘട്ടത്തെ കാണിക്കുകയാണ്. നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, മുന്നോട്ട് പോകുന്നു, അടിച്ചു തല്ലി താഴെ വീഴുന്നു. വലിയ ഒരു കൊടുങ്കാറ്റ് വരുന്നു, നമ്മൾ താഴെ വീഴുന്നു. ഒരു പ്രലോഭനം വരുന്നു, നമ്മൾ താഴെ വീഴുന്നു. ചെറിയൊരു രോഗം വരുന്നു, നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു. ആഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. മക്കൾക്ക് ആഗ്രഹിച്ച മാർക്ക് കിട്ടുന്നില്ല, നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു. പെട്ടെന്നൊരു രോഗം വരുന്നു, നമ്മൾ നിരാശപ്പെട്ടു പോകുന്നു. പെട്ടെന്ന് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു, നമ്മൾ തകർന്നു പോകുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാകുന്നു. നമ്മൾ നിരാശയുടെ അഗാധങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെയാണ് ചതഞ്ഞ ഞാങ്ങണ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ ആരോഗ്യത്തോടെ നിന്ന ഒരു ഞാങ്ങണ ഇതാ പെട്ടെന്ന് ചതഞ്ഞു പോയി, ഒന്നിനും കൊള്ളാത്ത ഒരു ഞാങ്ങണയായി അത് മാറി. പക്ഷേ കർത്താവ് അതിനെ തള്ളിക്കളയുന്നില്ല. പൗലോസിന്റെ നിലവിളിക്ക് പ്രത്യുത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ എനിക്ക് വിജയം തരുന്ന കർത്താവിന് സ്തോത്രം. റോമാലേഖനം 8:1 ഇങ്ങനെയാണ് പറയുന്നത്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 കൊറിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 57-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വിജയം തരുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വിജയം തരുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം.
ബലഹീനതകൾ നിറഞ്ഞ, കുറവുകൾ നിറഞ്ഞ, വീണുപോകുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു കടന്നു വരികയാണ്. ആത്മാവ് കടന്നു വരികയാണ്. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന്റെ മഹത്വം മൂടുപണമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാമെല്ലാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് കർത്താവായ ദൈവത്തിന്റെ ദാനമാണ്. കണ്ടോ, ദൈവത്തിന്റെ വചനം കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. ബലഹീനത നിറഞ്ഞ ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും തള്ളിക്കളയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ശക്തിയില്ലാത്ത ഒരു വിശ്വാസിയെ ദൈവം നിന്നെ എന്തിനു കൊള്ളാമെന്ന് ചോദിച്ച് തള്ളിക്കളയുന്നില്ല. പകരം ഒരു വചനപ്രഘോഷണത്തിലൂടെ, ഒരു ധ്യാനത്തിലൂടെ, അഭിഷേകം നിറഞ്ഞ ഒരു പുസ്തകത്തിലൂടെ, അഭിഷേകമുള്ള ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ, അഭിഷേകമുള്ള ഒരു വ്യക്തിയുമായിട്ട് അല്പനേരം സംസാരിക്കുന്നതിലൂടെ, അഭിഷേകം നിറഞ്ഞ ഒരു ഗാന ശുശ്രൂഷയിലൂടെ, അഭിഷേകം നിറഞ്ഞ ഒരു വിശുദ്ധ കുർബാനയിലൂടെ, എങ്ങനെയോ ആയിക്കോട്ടെ, ദൈവം നമ്മളെ തിരിച്ചു പിടിക്കുന്നു. പതുക്കെ 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 നമ്മുടെ ബലഹീനതയുടെ മേൽ ദൈവം കൃപ ചൊരിയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. നമ്മളെ ദൈവം പതുക്കെ പതുക്കെ കൃപയുടെ കീഴിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് ദൈവം നമ്മളെ പാപത്തിന്റെ മേൽ വിജയാളികളാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവരെ, അതേ, ചതഞ്ഞ ഞാങ്ങണയെ ഒരിക്കലും ഒട്ടിക്കുന്നില്ല. പുകഞ്ഞ തിരിയെ കെടുത്തുകയില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ പുകഞ്ഞ തിരി യേശുവിലുള്ള വിശ്വാസത്തിൽ വന്ന് ആത്മീയ ജീവിതം ആരംഭിച്ച് ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് നടക്കാൻ തുടങ്ങിയതിന് ശേഷം, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയതിന് ശേഷം, ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വലിയ നിറവ് അനുഭവിച്ചതിന് ശേഷം, വചനത്തിന്റെ ആഴങ്ങൾ ഊളിയിട്ടിറങ്ങി അതിന്റെ ട്രഷേഴ്സ്, അതിന്റെ നിധികൾ അനുഭവിച്ചറിഞ്ഞതിന് ശേഷം, ദൈവത്തിനെ അപ്പാ പിതാവേ എന്ന് വിളിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടന്നതിന് ശേഷം, ആ നല്ല ദൈവത്തെ വിട്ടുകളഞ്ഞ് ബാക്സ്ലൈഡ് ചെയ്യുന്ന വ്യക്തികൾ, പിന്മാറ്റത്തിലേക്ക് പോകുന്ന വ്യക്തികൾ, ദൈവത്തെ വിട്ട് പുറകോട്ട് പോയി പഴയ അവസ്ഥയിലേക്ക് പോകുന്ന വ്യക്തികളെയാണ് കരിന്തിരി പിടിച്ചവരെന്ന് പറയുന്നത്. പുകയുന്ന തിരി എന്ന് പറയുന്നത് നമുക്കറിയാം. പുകയുന്ന തിരിയെ മനുഷ്യർക്കൊരിക്കലും കരിന്തിരിയെ രണ്ടാമത് കത്തിക്കാൻ പറ്റുകയില്ല. മനുഷ്യർ കരിന്തിരിയെ തട്ടിക്കളഞ്ഞിട്ട് ആ കരി പിടിക്കാത്ത തിരിയാണ് കത്തിക്കുന്നത്. എന്നാൽ യേശുവിനെ പറ്റി പിതാവായ ദൈവം പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന എൻ്റെ പൊന്നോമന പുത്രൻ കരിന്തിരിയെ തട്ടിക്കളയത്തില്ല, പുകഞ്ഞ തിരിയെ ഊതിക്കളയത്തില്ല. അവൻ ഒരിക്കലും കരിന്തിരി വേണ്ട എന്ന് പറയുന്നവനല്ല, പകരം കരിന്തിരിയെ നല്ല തിരിയാക്കി മാറ്റാൻ അവന് സാധിക്കും. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കരിന്തിരിയെ നല്ല തിരിയാക്കാനോ, അതാണ് യേശു. അതാണ് യേശു. കരിഞ്ഞു എന്ന് വെച്ചാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ വലിയ ചില പാപങ്ങളിൽ നമ്മൾ ചെന്ന് പെട്ടുകഴിയുമ്പോൾ നമ്മൾ കരിന്തിരിയായിപ്പോയി. നമുക്കറിയാം നമുക്കിനി ഒരിക്കലും ഒരു നല്ല തിരിയാകാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ കത്തിക്കരിഞ്ഞ് ചാരമായി, കട്ടക്കരിയായി. നമുക്കറിയാം നമ്മളെ തട്ടിക്കളയാനേ കൊള്ളാവൂ, നമ്മളെ നരകത്തിലേക്ക് ഇനി പൊക്കിയിടാനേ കൊള്ളാവുള്ളൂ, ഒന്നിനും കൊള്ളില്ല, നമ്മൾ കത്തത്തില്ല. പക്ഷേ യേശു പറയുന്നു, എനിക്ക് സാധിക്കും. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയവന്, ചീഞ്ഞളഞ്ഞ ലാസറെ ഉയർപ്പിച്ചവന്, ചെങ്കടലിനെ രണ്ടായി പിളർന്നവന്, ജെറിക്കോയുടെ കോട്ടയെ തകർത്ത് കളഞ്ഞവന്, ആകാശത്തുനിന്ന് മന്ന വർഷിച്ചവന്, പാറ പിളർന്ന് ജലം നൽകിയവന് ഇത് സാധിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. കരിന്തിരിയെ നല്ല തിരിയാക്കി മാറ്റിക്കൊണ്ട് നമുക്കൊരിക്കൽ കൂടി ജീവിതം തരാൻ കർത്താവിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദാവീദ് യേശുക്രിസ്തുവിന്റെ സ്നേഹം പഴയ നിയമത്തിൽ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. അതേപ്പറ്റി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. വിശുദ്ധ കുർബാന പോലും ഒരു അടയാളമെന്നുള്ള നിലയ്ക്ക് ദാവീദ് അനുഭവിക്കുന്നുണ്ട് ദേവാലയത്തിൽ ചെന്നിട്ട്. നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഇതെല്ലാം ഒരു പുതിയ നിയമ വിശ്വാസിക്കുള്ള അനുഗ്രഹങ്ങളാണ്. അത് പഴയ നിയമത്തിൽ അനുഭവിച്ചൊരു വ്യക്തിയാണ് ദാവീദ്. പക്ഷെ ദാവീദ് ആ യാത്ര മുന്നോട്ട് പോകുന്ന പോക്കിൽ ഒരു ദിവസം അവൻ കരിന്തിരിയായി തീരുകയാണ്. അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ ചൈതന്യവും നഷ്ടപ്പെട്ടു, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു, അവന്റെ പ്രകാശം നഷ്ടപ്പെട്ടു, അവന്റെ അനുസരണവും വിശുദ്ധിയും നഷ്ടപ്പെട്ടു. കരിഞ്ഞ് വ്യഭിചാരം, അതുപോലെ കൊലപാതകം എന്ന രണ്ട് മാരക തിന്മകൾ, ദൈവം ഏറ്റവും വെറുക്കുന്ന രണ്ട് വലിയ പാപങ്ങളിൽ വീണ് അവൻ കരിന്തിരിയായി പോയി. ഉപവാസമെടുത്ത് നിലവിളിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ദൈവമേ, എൻ്റെ അസ്ഥികൾ ഉണങ്ങി വരണ്ടു പോയി, ദൈവമേ, ഞാൻ കരിന്തിരിയായി പോയി, ദൈവമേ,
എന്നെ ഒന്നിനും കൊള്ളില്ല ദൈവമേ, എന്നെ ഒന്നിനും കൊള്ളില്ല, എന്നോട് കരുണയായിരിക്കണമേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, അപ്പോൾ ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ദൈവമേ. കരിന്തിരിയായ എൻ്റെ മേൽ നിന്റെ കരുണ ഒഴുകി വരുമ്പോൾ, കരിന്തിരിയായ എൻ്റെ മേൽ നിന്റെ വചനത്തിന്റെ അഭിഷേകം കടന്നു വരുമ്പോൾ, കരിന്തിരിയായ എൻ്റെ മേൽ നിന്റെ കൃപയുടെ വലിയ പുതപ്പ് വന്ന് വീഴുമ്പോൾ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും ദൈവമേ, ഞാൻ വെളുക്കും ദൈവമേ, ഞാൻ വീണ്ടും പ്രകാശിക്കും ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി കത്താൻ തുടങ്ങും ദൈവമേ, എനിക്ക് നിന്നെ ആരാധിക്കാൻ പറ്റും ദൈവമേ, ഞാൻ കരിന്തിരിയാണ് ദൈവമേ. ദൈവം ആ പ്രാർത്ഥന കേട്ടു പ്രിയപ്പെട്ടവരെ. കരിന്തിരിയായ ദാവീദിനെ നരകത്തിലേക്ക് തട്ടിക്കളയാതെ ദൈവം കരുണ കാണിച്ചു. നിങ്ങൾക്കറിയാമോ, ദാവീദിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ, പാപമില്ലാത്തവൻ, പരിശുദ്ധനായ യേശു ക്രിസ്തു കടന്നു വന്നത് ഈ ദാവീദിന്റെ കുടുംബത്തിൽ തന്നെയാണ് മക്കളെ. ദാവീദ് എന്ന കരിന്തിരിയെ ദൈവം തട്ടിക്കളയാതെ നല്ല തിരിയാക്കി മാറ്റി അവനിലൂടെ പ്രകാശിച്ചതിന്റെ പേരാണ് യേശു. യേശു അറിയപ്പെട്ടത് തന്നെ ദാവീദിന്റെ പുത്രൻ എന്നാണ്. ബർത്തമിയൂസ് വിളിക്കുന്നത് ദാവീദിന്റെ പുത്ര എന്നിൽ കരുണയായിരിക്കണമേ, ദൈവപുത്ര എന്നല്ല, ദാവീദ് പുത്ര എന്നിൽ കരുണയായിരിക്കണമേ. അതെ, കരിന്തിരിയെ നല്ല തിരിയാക്കിക്കൊണ്ട് അതിലൂടെ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് പറഞ്ഞ യേശു കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ദാവീദിന്റെ കുടുംബത്തിൽ യേശു വന്നു. വീണ്ടും കരിന്തിരിയായി പോയ മറ്റൊരു വ്യക്തിയാണ് സാംസൺ. മനുഷ്യന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അഭിഷേകങ്ങളിൽ ഒന്ന് ലഭിച്ച വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം, സാംസൺ. മോശയെ പോലെ തന്നെ അതിശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ് മനുഷ്യരെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ ഒരു മനുഷ്യനാണ് സാംസൺ. വലിയ ഉത്തരവാദിത്വം ദൈവം കൊടുത്ത വ്യക്തിയാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കപ്പെട്ടവനാണ്. ദൈവം പേര് ചൊല്ലി വിളിച്ചവനാണ്. സൂപ്പർ നാച്ചുറൽ അനോയിന്റിംഗ് കൊണ്ട് ദൈവം അഭിഷേകം ചെയ്ത വ്യക്തിയാണ് സാംസൺ. സാംസനും ഒരു ദിവസം കരിന്തിരിയായി തീർന്നു. ദലീലയുടെ മടിയിൽ കിടന്നവൻ ഉറങ്ങി. അവന്റെ സമർപ്പണത്തെ അവൻ വെട്ടിക്കളഞ്ഞു. അവന്റെ എല്ലാ കമ്മിറ്റ്മെന്റും അവിടെ വെച്ച് നഷ്ടമാകുകയാണ്. അവൻ ഉടമ്പടിയുടെ പുറത്ത് കത്തിവെക്കുന്നു. ഉടമ്പടിയുടെ അടയാളമായ മുടി മുറിച്ച് കളയുന്നു. അഭിഷേകം നഷ്ടപ്പെടുന്നു. അന്ധനായി തീരുന്നു. കണ്ണ് കാണാത്തവനായി തപ്പിത്തടയുന്നു. ശത്രുക്കളെ അടിമവേല ചെയ്യിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്തിനാ ഇത് കാണിക്കുന്നത്? ദൈവത്തെ അപ്പ എന്ന് വിളിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ സാന്നിധ്യം കിട്ടുന്നില്ല, ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആത്മീയ അടിമത്തത്തിൽ ചെന്ന് അവസാനിക്കുന്നു. സാത്താൻ ആത്മീയ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞ് അടിമവേല ചെയ്യിക്കുന്നു, പന്ത് തട്ടുന്നു, കുരങ്ങ് കളിപ്പിക്കുന്നു. കരിന്തിരിയായി പോയ സാംസൺ അന്ധനായി ശത്രുക്കളുടെ പാളയത്തിൽ അവൻ ചക്കാട്ടുമ്പോൾ അവൻ പറയുന്നുണ്ട്, കർത്താവേ, കരിന്തിരിയായ എന്നെ നീ ഓർക്കണമേ, കരിന്തിരിയായ എന്നെ നീ തള്ളിക്കളയരുതേ. പതുക്കെ പതുക്കെ സാംസൺ ഒരു കാര്യം മനസ്സിലായി. തൻ്റെ മുടി വീണ്ടും കിളിർത്തു വരാൻ തുടങ്ങി. താൻ വെട്ടിക്കളഞ്ഞ മുടിക്ക് വീണ്ടും നീളം വയ്ക്കാൻ തുടങ്ങി. ഉടമ്പടി അവൻ പുതുക്കാൻ തുടങ്ങി എന്നർത്ഥം. സമർപ്പണത്തിലേക്ക് അവൻ പതുക്കെ പതുക്കെ കടന്നു വരാൻ തുടങ്ങി. ആരും അറിയാതെ അടിമയായി ഇരിക്കുമ്പോഴും അവൻ ഉള്ളിൽ നിന്നൊരു നിലവിളി ഉയർന്നു, എൻ്റെ ദൈവമേ, ഞാൻ കരിന്തിരിയാണ്, എന്നെ തള്ളിക്കളയല്ലേ. കരിന്തിരിയായ സാംസനെ ദൈവം തള്ളിക്കളഞ്ഞില്ല പ്രിയപ്പെട്ടവരെ. ശത്രുക്കളുടെ ആരാധന ആലയത്തിൽ ഒരു നോക്കുകുത്തിയായി, ഒരു കോമാളി വേഷം കെട്ടിച്ച് അവനെ എല്ലാവരും പരിഹസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി വന്നു. ജീവിച്ചിരുന്ന കാലത്ത് എന്നതിനേക്കാൾ അധികമായി ദൈവം ഉദ്ദേശിച്ച കാര്യം മരണസമയത്ത് അവൻ ചെയ്തു. ദൈവജനത്തിന്റെ ശത്രുക്കളെ മുഴുവൻ അവൻ തകർത്തു കളഞ്ഞു. ഓർക്കുക, കരിന്തിരിയായ സാംസനെ ദൈവം തള്ളിക്കളഞ്ഞില്ല. കരിന്തിരി പിടിച്ച മറ്റൊരു വ്യക്തിയാണ് പത്രോസ്. വെള്ളത്തിന്റെ മുകളിൽ കൂടി നടക്കാൻ ഭാഗ്യം കിട്ടിയവൻ. രൂപാന്തര മലയിൽ 10,000 സൂര്യനെ വെല്ലുന്ന പ്രകാശമുള്ള ദൈവപുത്രനായ യേശുവിനെ കണ്ണു തുറന്ന് കാണാൻ ഭാഗ്യം കിട്ടിയവൻ. മേഘത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ മേഘത്തിന്റെ ഉള്ളിൽ നിന്ന് കടന്നു വന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ഭാഗ്യം കിട്ടിയവൻ. മോശയെയും ഏലിയായും കണ്ണു തുറന്ന് കണ്ടവൻ. ഇതിൽ കൂടുതൽ എന്തു വേണം? സ്വർഗത്തെ കണ്ണു തുറന്ന് കണ്ട പത്രോസ് ലീഹായ്ക്ക് തെറ്റുപറ്റി പ്രിയപ്പെട്ടവരെ. നന്നായിട്ട് കത്തിക്കൊണ്ടിരുന്ന പത്രോസ് കരിന്തിരിയായി മാറി, ഒന്നിനും കൊള്ളാത്തവനായി മാറി. ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, യേശു എന്ന പേര് ഞാൻ കേട്ടിട്ടില്ല, യേശുവിനെ ഞാൻ ഒരിക്കൽ പോലും അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ തിരി അവൻ കെടുത്തിക്കളഞ്ഞു. കരിന്തിരി പിടിച്ച ഈ മനുഷ്യൻ, കരിന്തിരിയായി പോയി മനുഷ്യൻ പുറത്തു പോയി നിന്ന് വാവിട്ട് നിലവിളിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുന്നു, കർത്താവേ, ഞാൻ കരിന്തിരിയായി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്ത് ചെയ്യാന്നറിയാമോ? ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ കരിന്തിരിയെ മാറോട് ചേർത്ത് പിടിച്ചു. തട്ടിക്കളയേണ്ടതിന് പകരം കെട്ടിപ്പിടിച്ചു. മൂർധാവിൽ ചുംബിച്ചു നാഥൻ.
പത്രോസിനെ ധൈര്യപ്പെടുത്തി. പത്രോസേ, നീ കരിന്തിരിയാണെങ്കിലും സാരമില്ല, നിന്നെ ഞാൻ വീണ്ടും കത്തിക്കും. പത്രോസേ, നിനക്ക് ഞാൻ വീണ്ടും ജീവൻ തരും. ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് മോർ അബൻഡന്റ്ലി. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. പത്രോസേ, ഞാൻ നിന്നെ കരിന്തിരി പിടിച്ച നിന്നെ ഞാൻ ഒരിക്കൽ കൂടി കത്തിക്കും എൻ്റെ പത്രോസേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്ത് നാളിൽ ഈ കരിന്തിരി കത്തി. പത്രോസ് എന്ന കരിന്തിരിയുടെ മേൽ സ്വർഗത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം ഇറങ്ങി വന്നു. ജ്വലിക്കുന്നവനായി അവൻ മാറി. കരിന്തിരിയായ പത്രോസ് അഗ്നി അഭിഷേകം ഏറ്റുവാങ്ങുന്നവനായി തീർന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. കരിന്തിരിയെ ദൈവം യേശുക്രിസ്തു ഒരിക്കലും തട്ടിക്കളയുന്നില്ല. മൂന്നാമത്തെ അർത്ഥമെന്ന് പറയുന്നത്, ഒന്നിനും കൊള്ളത്തില്ല എന്ന് നമ്മൾ പറയുന്ന വ്യക്തികളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഞാൻ ഈ സമയത്ത് എൻ്റെ ഉള്ളിലേക്ക് ഒരു സംഭവം വരികയാണ്. ഒരിക്കൽ എന്നെ കാണാൻ അരക്കെട്ടിന് താഴേക്ക് തളർന്നു പോയ ഒരു മനുഷ്യൻ, ഒരു നല്ല സഹോദരൻ, അദ്ദേഹം വീൽ ചെയറിലാണ് വീട്ടിൽ എന്നെ കാണാനായിട്ട് വന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഡോക്ടർ ജോൺ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈനിൽ ധ്യാനം കൂടാനായിട്ട് പോയി. ഒരുപാട് രോഗികൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ സൗഖ്യമായി. എൻ്റെ കൂടെ വന്ന ഒരുപാട് പേര് സൗഖ്യമായി. പക്ഷെ എനിക്ക് സൗഖ്യം കിട്ടിയില്ല. അങ്ങനെ അവസാനത്തെ ദിവസം വളരെ സങ്കടപ്പെട്ട് ഞാൻ വരുമ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സൗഖ്യം കിട്ടാത്തവരെ കൊണ്ടും ദൈവത്തിന് ചിലതൊക്കെ ചെയ്യാനുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ കേട്ട വചനത്തിൻ്റെ ഒരു ബലത്തിൽ എന്നാലും ഉള്ളിലൊരു സങ്കടത്തോടെ നടന്നു വരുമ്പോൾ, ദൈവമേ, എൻ്റെ അരക്കെട്ടിന് താഴേക്ക് തളർന്നു പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വരുമ്പോൾ ഒരു കാഴ്ച കണ്ടു. തെങ്ങിൽ നിന്നും താഴെ വീണ് കഴുത്തിന് താഴേക്ക് തളർന്നു പോയ, എന്ന് വെച്ചാൽ കഴുത്തിന് താഴേക്ക് പൂർണ്ണമായിട്ടും ചലനശേഷി നഷ്ടപ്പെട്ടു പോയൊരു മനുഷ്യന് ഭാര്യ ആഹാരം വാരിക്കൊടുക്കുകയാണ്. ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, കഴുത്തിന് താഴേക്ക് പച്ചക്കറി പോലെ ആയിപ്പോയ മനുഷ്യൻ, ഒരു ചലനശേഷിയില്ല. അദ്ദേഹം ഈ അരക്കെട്ടിന് താഴേക്ക് തളർന്നു പോയ മനുഷ്യനെ നോക്കി മനോഹരമായിട്ടൊന്ന് ചിരിച്ചു. അഭിഷേകത്തിന്റെ ചിരി, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു ചിരി, സ്വർഗത്തിന്റെ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ഈ അരക്കെട്ടിന് താഴേക്ക് തളർന്നു പോയ ചേട്ടൻ പറയാണ്, എൻ്റെ പൊന്നു ഡോക്ടറെ, എൻ്റെ ദുഃഖമെല്ലാം ആവി പോലെ പറന്നുപോയി. കാരണം എനിക്ക് അരക്കെട്ടിന് താഴേക്ക് മാത്രമേ തളർന്നിട്ടുള്ളൂ. ഇതാ കഴുത്തിന് താഴേക്ക് തളർന്നു പോയൊരു മനുഷ്യൻ വളരെ സന്തോഷത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞവനായി എന്നെ നോക്കി ചിരിച്ചു കാണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ടോ? വളരെ തകർന്നു പോയ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചുകൊണ്ട് തകർന്നു പോയ മറ്റൊരു മനുഷ്യന് സൗഖ്യം കൊടുക്കുകയാണ്, ബലം കൊടുക്കുകയാണ്, ജീവിക്കാനുള്ള ശക്തി പകർന്നു കൊടുക്കുകയാണ്, ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് കൊടുക്കുകയാണ് ദൈവം. കണ്ടോ? നമ്മൾ പറയാണ് ഈ വ്യക്തിയെ കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. പക്ഷെ ദൈവം പറയാണ്, നോ, ചതഞ്ഞ ഞാങ്ങണ ഞാൻ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരിയെ ഞാൻ കെടുത്തുകയില്ല, എനിക്ക് അവനെ കൊണ്ടും ആവശ്യമുണ്ട്. സമരിയാക്കാരി സ്ത്രീയെ എന്തിനെങ്കിലും പ്രയോജനമുണ്ടോ പ്രിയപ്പെട്ടവരെ? 5 പുരുഷന്മാരോടൊപ്പം ജീവിച്ചിപ്പോ 6ാമതൊരുത്തൻ്റെ കൂടെ താമസിക്കുകയാണ്. അവളെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ട് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുകയില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, സമരിയ എന്ന് പറയുന്ന ദേശം മുഴുവൻ മാനസാന്തരപ്പെടുത്താൻ യേശു ക്രിസ്തു ഉപയോഗിച്ച മനോഹരമായ ഉപകരണമായി അവൾ മാറുകയാണ്. സ്വർഗത്തിന്റെ ഏജന്റായി അവൾ മാറുകയാണ്. സ്വർഗത്തിന്റെ അംബാസിഡറായിട്ട് അവൾ മാറുകയാണ്. ഓർക്കണം, ഒന്നിനും കൊള്ളത്തില്ല എന്നും ഒന്നിനും പ്രയോജനമില്ല എന്നും നമ്മൾ പറയുന്ന വ്യക്തികളെ ദൈവം എടുത്തുപയോഗിക്കുന്നു. ദൈവത്തിന് അവരെ കൊണ്ട് ആവശ്യമുണ്ട്. 4ാമതായി നമ്മൾ ചിന്തിക്കുന്നു, വലിയ കാര്യത്തിനായിട്ട് ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളെപ്പോലെ തന്നെ അധികം അറിയപ്പെടാത്ത ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവരെയും ദൈവം ഒരുപാട് ബഹുമാനിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്നത്, പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പേർ മാനസാന്തരപ്പെട്ട് പത്രോസ് അടിപൊളിയായിട്ട് പ്രസംഗിച്ചു, അഭിഷേകം നിറഞ്ഞു, അവിടെ മുഴുവൻ വ്യാപരിച്ചു, വലിയൊരു ബൈബിൾ കൺവെൻഷൻ അവിടെ നടന്നു, ജെറുസലേം ബൈബിൾ കൺവെൻഷൻ തകർത്ത് കളഞ്ഞു. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കാറുണ്ടോ, 3 ദിവസമായിട്ട് കർത്താവിൻ്റെ വചനപ്രഘോഷണം കേട്ട് ആഹാരം കഴിക്കാൻ പോലും മറന്നുപോയിരുന്ന 5000 പുരുഷന്മാരും 10000-ഓളം സ്ത്രീകളും പിന്നെ ഏതാണ്ട് ഒരു 10000-ഓളം കുട്ടികളും അടക്കം 25,000-ഓളം വരുന്ന ജനക്കൂട്ടത്തിന് ആഹാരം കൊടുക്കാൻ ഒന്നുമില്ലാതിരുന്നപ്പോൾ തൻ്റെ കാര്യം മറന്നുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിൽ കൊണ്ടുപോയി 5 അപ്പവും 2 മീനും കൊടുത്ത ബാലനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അവൻ്റെ പേര് നിങ്ങൾക്കറിയാമോ? അവൻ്റെ പേര് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്കും അറിഞ്ഞുകൂടാ. സുവിശേഷം എഴുതിയ ആൾക്ക് പേര് അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല,
മനഃപൂർവ്വം എഴുതാഞ്ഞതാണ്. കാരണം ഇതുപോലെ പേരറിയപ്പെടാത്ത ചില വ്യക്തികൾ, സമൂഹത്തിൽ അറിയപ്പെടാത്ത ചില വ്യക്തികൾ, ടെലിവിഷനിൽ പ്രസംഗിക്കാൻ ഭാഗ്യം കിട്ടാത്ത ചില വ്യക്തികൾ, ആരോരും അറിയാതെ ഗ്രാമങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്നവർ, ആരോരും അറിയാതെ ഈശോയ്ക്ക് വേണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നവർ, അടുക്കളയിൽ പുകയടിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, തറ തുടച്ചിടുന്നവർ, കസേര പിടിച്ചിടുന്നവർ, ആരും അറിയാതെ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവർ, ഇതുപോലെ ഒരുപാട് പേരുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെ ദൈവം മാനിക്കുന്നു, അവരെ ദൈവം തള്ളിക്കളയുന്നില്ല. ദൈവത്തിന് അവരെ ഓർമ്മയുണ്ട്, ദൈവത്തിന് അവരുടെ കാര്യം അറിയാം. കർത്താവ് അവരെ പറ്റിയാണ് പറയുന്നത്. ഒടുവിൽ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുമെന്ന് പറഞ്ഞത്. അവൻ രാജാവായി വാനമേഘങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുമ്പോൾ, ആരാലും അറിയപ്പെടാതെ, ആരും അറിയാതെ കേട്ടന്റെ പുറകിൽ മറഞ്ഞു നിന്ന് ദൈവമഹത്വത്തിന് വേണ്ടി ജീവിച്ച വ്യക്തികളെ കോടാനുകോടി ജനങ്ങളുടെ മുൻപിൽ പേര് വിളിച്ച് ആദരിക്കുന്ന ഒരു ദിവസം കൂടെയാണത്. ആ ബാലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അന്ന് കർത്താവിന് കൊടുത്തത് കൊണ്ടാണ് അന്ന് കർത്താവിന് അവിടെ ഇത്രയ്ക്ക് വലിയൊരു അത്ഭുതം ചെയ്യാൻ സാധിച്ചത്. കാനായിലെ കല്യാണ വീട്ടിൽ ആ കൽഭരണികളിൽ വെള്ളം നിറച്ച ദാസന്മാരുടെ പേരുകൾ നിങ്ങൾക്കറിയാമോ? വേലക്കാരുടെ പേര് നിങ്ങൾക്കറിയാമോ? ആർക്കും അറിയത്തില്ല. പക്ഷേ യേശുവിന്റെ അത്ഭുതത്തിന് കാരണമായി തീർന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ വേലക്കാര. ആദ്യം കാരണമായി തീർന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. രണ്ടാമത് കാരണമായി തീർന്നത് ആ വേലക്കാരുടെ അനുസരണമാണ്. ആ വേലക്കാർ ഭോഷന്മാരെ പോലെ അനുസരിച്ചു. പ്രിയപ്പെട്ടവരെ, അവരുടെയും പേരെഴുതി വെച്ചിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, ആർക്കും അറിഞ്ഞുകൂടാങ്കിലും ദൈവത്തിന് അവരെ വേണം. വീണ്ടും ഞാൻ പറയട്ടെ, വലിയ വിശുദ്ധരെ സ്നേഹിക്കുന്ന പോലെ തന്നെ, 5-ാമതായിട്ട് ഞാൻ പറയുന്നു, വലിയ വിശുദ്ധരെ സ്നേഹിക്കുന്ന പോലെ തന്നെ ചെറിയവരായ നമ്മളെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഇതൊത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണിത്. ഫ്രാൻസിസ് അസീസിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ കർത്താവ് നമ്മളെയും സ്നേഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പിതാവേ, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയട്ടെ. എത്ര ആനന്ദകരമായ ഒരു വാർത്തയാണിത്. വലിയ വിശുദ്ധരെ സ്നേഹിക്കുന്ന പോലെ തന്നെ കർത്താവ് നമ്മളെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. വീണ്ടും, ഒരു വലിയ വിശുദ്ധൻ മരിച്ചാലെന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ വിശുദ്ധൻ പെട്ടെന്ന് പാപം ചെയ്ത് ദൈവത്തെ വിട്ട് നരകത്ത് പോയാൽ ദൈവം വേദനിക്കുന്ന പോലെ തന്നെ ഒരു സാധാരണ മനുഷ്യൻ വിശ്വാസ ജീവിതത്തിൽ LKG അല്ലെങ്കിൽ തപ്പിക്കളിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യൻ നരകത്ത് പോയാലും ദൈവം അതുപോലെ തന്നെ വേദനിക്കുന്നു. അതായത് ഒരു വലിയ വിശുദ്ധൻ പാപം ചെയ്ത് നരകത്ത് പോയാൽ എന്നതുപോലെ തന്നെ ചെറിയ വിശുദ്ധൻ, അതായത് ഞാനും നിങ്ങളും സാധാരണക്കാരായ മനുഷ്യർ, നമ്മൾ നരകത്ത് പോയാലും ദൈവം വേദനിക്കുന്നുണ്ട്. നിങ്ങൾ പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ഒരു മനോഹരമായ രംഗമുണ്ട്. ഈശോയെ ചുംബനം കൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്തിട്ട് യൂദാസ് അകന്നു പോവുകയാണ്, കർത്താവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കർത്താവ് തിരിഞ്ഞ് പല പ്രാവശ്യം യൂദാസിനെ നോക്കുകയാണ്. കർത്താവിന്റെ മുഖത്തെ സങ്കടം കർത്താവിന് അടി കിട്ടുന്നതിലല്ല, കർത്താവിന്റെ കൈകളിലെ ചങ്ങലയെക്കുറിച്ചല്ല, കർത്താവിനെ അവർ ഉപദ്രവിക്കുന്നതിലല്ല, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ യൂദാസ് നഷ്ടപ്പെട്ടു പോകുന്നല്ലോ, അവനെ സാത്താൻ കൊണ്ടുപോയി കളഞ്ഞല്ലോ എന്നുള്ള ആ വലിയ വേദന കർത്താവിന്റെ മുഖത്ത് നമുക്കതിന് കാണാൻ പറ്റുന്നു. പ്രിയപ്പെട്ടവരെ, അതേ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ ദൈവം അത്രമാത്രം വിലമതിക്കുന്നു, നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കത്തില്ല, പുകഞ്ഞ തിരിയെ കെടുത്തുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? ഒടുവിലത്തെ വിജയം നമുക്ക് തന്നെയാണ്. ഒടുവിൽ ചിരിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങൾക്കറിയാമോ, താഴെ വീണ് കിടക്കുന്ന ഒരു സേഫ്റ്റി പിൻ, ഒരു മുട്ടുസൂചി പോലും ആളുകൾ മണ്ണിലേക്ക് കുനിഞ്ഞ് തറയിലേക്ക് കുനിഞ്ഞ് എടുക്കും. പക്ഷെ താഴെ കിടക്കുന്ന ചതഞ്ഞ ഞാങ്ങണയെ ആരും എടുക്കത്തില്ല, പുകഞ്ഞ തിരിയെ ആരും എടുക്കത്തില്ല. ഇവിടെ കർത്താവ് പറയാണ്, നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ വിജയാളിയാക്കുന്നത് വരെ കർത്താവ് അടങ്ങത്തില്ലെന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും നമ്മിൽ രഹസ്യമായി പ്രവർത്തിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് പരാജയപ്പെട്ടവരായിട്ട് തോന്നിയാലും നമ്മുടെ ജീവിതത്തിന്റെ പരാജയങ്ങളെ പോലും ദൈവത്തിന് നന്മയ്ക്കാക്കി മാറ്റാൻ പറ്റും. കാരണം നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങളാണ് നമുക്ക് എളിമ തരുന്നത്, നമ്മളെ താഴ്മയിലേക്ക് കൊണ്ടുപോകുന്നത്, നമ്മളെ ശൂന്യവൽക്കരണം പഠിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത്, പാപികളെ പുച്ഛിക്കാതിരിക്കാൻ പഠിപ്പിക്കുന്നത്, നമ്മുടെ നിസ്സാരത നമുക്ക് തിരിച്ചറിയിക്കുന്നത് നമ്മുടെ പരാജയങ്ങളാണ്. ഞാൻ വെറും പൊടിയും മണ്ണുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നിടത്തോളം കാലം എൻ്റെ പരാജയങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ തിരിച്ചറിയുന്നു, കർത്താവേ, ഞാൻ വെറും ഡസ്റ്റാണ്,
ഞാൻ വെറും പൊടിയാണ് കർത്താവേ. അങ്ങയുടെ ശ്വാസം എന്നിലില്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. മണ്ണുകൊണ്ട് രൂപമുണ്ടാക്കി, മണ്ണുകൊണ്ട് മനുഷ്യന്റെ രൂപമുണ്ടാക്കി, മാറോട് ചേർത്ത് പിടിച്ച് അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവന്റെ ശ്വാസം ഊതിവിട്ട കർത്താവേ, അങ്ങ് എന്നിൽ അങ്ങയുടെ ശ്വാസം ഊതുന്നില്ലെങ്കിൽ ഞാൻ തകരും. ആ തിരിച്ചറിവ് എന്നെ ദൈവാശ്രയത്വത്തിലേക്ക് നയിക്കും. ഞാൻ ആത്മീയ മനുഷ്യനായി മാറുകയും ചെയ്യും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അനേക തവണ കരിന്തിരിയായി പോയിട്ടും എന്നെ തള്ളിക്കളയാത്ത കർത്താവേ, അനേക തവണ ചതഞ്ഞ് തകർന്നു പോയ ഒരു ഓടയായിട്ടും ഞാങ്ങണയായിട്ടും എന്നെ തള്ളിക്കളയാത്ത കർത്താവേ, ആ സ്നേഹത്തെ ഓർത്ത് ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയും. എന്നും അങ്ങയോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.